വെൽക്കം ടു കേരള കിച്ചൺ മോംസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് അരി അരയ്ക്കാതെയും കപ്പി കാച്ചാതെയും എങ്ങനെ പൂ പോലത്തെ ഒരു പാലപ്പം തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ അരി ഇടാൻ മറന്നു പോയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്ക് അരിപ്പൊടി വെച്ച് ഒരു പാലപ്പം തയ്യാറാക്കിയാലോ എന്ന്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയും തേങ്ങയും അതുപോലെ തന്നെ ചോറുമാണ്. അപ്പോൾ ഈ അരിപ്പൊടി എന്ന് പറയുന്നത് സാധാരണ അരിപ്പൊടിയാണിത്. ഞാൻ ഈ ഒരു ഗ്ലാസ് എടുത്തിരിക്കുന്നത് സെയിം അളവ് കാണിക്കാൻ വേണ്ടിയാണ് സെയിം ഗ്ലാസ് തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് ഗ്ലാസ്സിനാണോ എടുക്കുന്നത് ആ ഗ്ലാസിൻ്റെ സെയിം അളവായിരിക്കണം എല്ലാത്തിനും എടുക്കുന്നത്. ആ ഗ്ലാസ് വെച്ച് തന്നെ വേണം അളന്നെടുക്കാൻ വേണ്ടി. അപ്പോൾ അരിപ്പൊടി എന്ന് പറയുന്നത് ഞാൻ ഒരു ഗ്ലാസ്, അതായത് ഫുള്ളായിട്ട് ഒരു ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. തേങ്ങ 3/4 ഗ്ലാസ്, അതുപോലെ തന്നെ ചോറ് 1/2 ഗ്ലാസ്. അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ കണക്ക് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഈ അരിപ്പൊടി എടുക്കുന്നത് ഏത് അരിപ്പൊടി വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പം ഞാനിത് നാട്ടിൽ നിന്ന് പൊടിച്ചുകൊണ്ട് വന്നാൽ നമ്മുടെ മില്ലിലൊക്കെ കൊടുത്ത് പൊടിച്ച് അവർ തന്നെ മില്ലിൽ നിന്ന് തന്നെ വറുത്തരുന്ന പൊടിയുണ്ടല്ലോ, അതാണ് ഈ പൊടി. അല്ല നമ്മൾ വാങ്ങുന്ന പൊടിയായാലും ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. കാരണം ആ പാലപ്പത്തിൻ്റെയൊക്കെ പൊടി വാങ്ങാൻ കിട്ടുമല്ലോ, ആ പൊടിയായാലും ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഏത് പൊടി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഞാൻ എല്ലാ പൊടിയും ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ തന്നെ ഈ പാലപ്പം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഈസ്റ്റാണ്. അപ്പം ഇതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത് തന്നെ ആ എടുക്കുന്ന സെയിം ഗ്ലാസ്സിന് 1 ഗ്ലാസ് അരിപ്പൊടി, പിന്നെ ആ സെയിം ഗ്ലാസ്സിന് 3/4 ഗ്ലാസ് തേങ്ങ, അതുപോലെ തന്നെ 1/2 ഗ്ലാസ് ചോറ്, അത്രയാണ് ഇതിൻ്റെ കണക്ക്. പിന്നെ വേണ്ടത് ഈസ്റ്റാണ്. ഈസ്റ്റ് നമുക്ക് ഒരു 1/4 തൊട്ട് 1/2 ടീസ്പൂൺ വരെ ഈസ്റ്റ്. ഈ ഈസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അപ്പോൾ നമുക്കിത് ഡയറക്റ്റ് തന്നെ ഈ മിക്സിനകത്തോട്ട് ഇട്ട് നമുക്ക് അരച്ചെടുക്കാം. മറ്റേത് ആക്റ്റീവ് ഈസ്റ്റ് ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ജാർ എടുക്കാം. അതിനകത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഓരോ കൂട്ടുകളും ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ അതിനകത്തേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ തേങ്ങ എന്ന് പറയുന്നത് നമ്മൾ 3/4 ഗ്ലാസ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു അരമുറി തേങ്ങയോളം വരുന്നുണ്ട് ഇത്. അപ്പം ഇനി അടുത്തായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് ചോറാണ്. ചോറ് നമ്മൾ എടുത്തിരിക്കുന്നത് 1/2 ഗ്ലാസ്സാണ്. ഏത് ചോറ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ബസ്മതി റൈസ് ആയാലും യൂസ് ചെയ്യാം, അതുപോലെ വൈറ്റ് റൈസ് ഉണ്ടല്ലോ അതായാലും ഏത് ചോറായാലും യൂസ് ചെയ്യാം. ഞാനിപ്പം കുത്തരിയുടെ ചോറ് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ഞങ്ങളിവിടെ എപ്പോഴും കുത്തരിയുടെ ചോറാണ് വെക്കുന്നത്. അപ്പം ആ ചോറ് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ചോറാണോ ഉള്ളത് ആ ചോറ് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചേർക്കാനുള്ളത് അരിപ്പൊടിയാണ്. അപ്പോൾ അരിപ്പൊടി എല്ലാം കൂടി നമ്മൾ ഒന്നിച്ച് തന്നെ ഇതിനകത്തിട്ട് അരയ്ക്കുവാണ്. അപ്പോൾ അരിപ്പൊടി ഞാൻ പറഞ്ഞില്ലേ, എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും അരിപ്പൊടി എടുക്കാം. നമുക്ക് ഈ വാങ്ങാൻ കിട്ടുമല്ലോ, ഡബിൾ ഹോഴ്സിൻ്റെയൊക്കെ വാങ്ങാൻ കിട്ടും, പാലപ്പം മിക്സ് എന്ന് പറഞ്ഞിട്ട് ആ പൊടിയായാലും എടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ പൊടിച്ചുകൊണ്ട് വരുന്ന പൊടിയായാലും എടുക്കാം. ഏത് പൊടിയായാലും നമുക്ക് ഈ ഇതുണ്ടാക്കാൻ വേണ്ടി എടുക്കാം. ഇനി അടുത്തായിട്ട് ചേർക്കാനുള്ളത് ഈസ്റ്റാണ്. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ഫുള്ളായിട്ടുള്ളത്, ഒരു 1/4 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ ഈസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ബോട്ടിലിലെ വെള്ളമാണ് ഒഴിക്കുന്നത്. കാരണം അതിൻ്റെ ആ വെള്ളത്തിൻ്റെ കണക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ബോട്ടിൽ തന്നെ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ അലൈൻ്റെ വാട്ടർ 330 ml ഒരു കുപ്പിയാണിത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അലൈൻ്റെ വാട്ടറിൻ്റെ ആ 330 ml ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊരു സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. കാരണം പൊടിയല്ലേ, അപ്പോൾ ശരിക്കും താഴേക്ക് ആ വെള്ളം ഒന്ന് ഇറങ്ങി ചെല്ലാൻ വേണ്ടി നമുക്ക് ഒരു സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് അരച്ച് നോക്കാം. അപ്പോൾ വെള്ളം ആവശ്യമെങ്കിൽ ഇത്തിരിയൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ ഇനി വെള്ളം ആവശ്യമുണ്ടോ എന്ന്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി നോക്കാം. എന്നിട്ട് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ മാവ് നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഞാനിതിനകത്തേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തായിരുന്നു. കാരണം ജസ്റ്റ് ഒന്ന് കറക്കിയപ്പോൾ തന്നെ ഇത്തിരിയൂടെ ഒന്ന് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ടോട്ടൽ ഒഴിച്ചേക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ 330 ml ആണ് ഒരു ബോട്ടിലെ വെള്ളം. പിന്നെ അടുത്ത ബോട്ടിലിൻ്റെ 1/2 ബോട്ടിലൂടെയാണ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഏകദേശം ഒരു 500 ml ഓളം, അതായത് 495 ml വാട്ടർ ഞാനത് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളൊരു 1/2 ലിറ്റർ വെള്ളം നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഈ ബോട്ടിൽ തന്നെ എടുത്ത് നിങ്ങളെ കാണിച്ചത്, ആ വെള്ളത്തിൻ്റെ കണക്ക് അതേപോലെ അറിയാൻ വേണ്ടി. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ മാവ് അരയ്ക്കുമ്പോൾ ലൂസായിട്ട് തന്നെ വേണം അരച്ച് വയ്ക്കാൻ. എന്നാലും നമുക്ക് അപ്പം ഉണ്ടാക്കുമ്പോൾ നമുക്കിനി ചുറ്റിച്ചെടുക്കണമല്ലോ, എന്നാലും ആ മാവ് നന്നായിട്ട് ലൂസായിരുന്നാലേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഈ മാവ് അടച്ച് വെച്ച് ഫെർമെൻറ്റേഷന് വേണ്ടി വയ്ക്കാം. ഏകദേശം ഒരു 7 തൊട്ട് 8 മണിക്കൂർ വരെയെങ്കിലും നമുക്ക് ഫെർമെൻറ്റേഷനായിട്ട് വയ്ക്കാം. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. ഞാനത് വൈകിട്ട് ഒരു 6 മണിയായപ്പോഴാണ് അരച്ചു വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് രാവിലെ ആകുമ്പോഴത്തേക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ അടുത്ത ദിവസം രാവിലെയായി. അപ്പം കണ്ടോ, നമ്മുടെ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലതായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു തവി വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കാം. കണ്ടില്ലേ, നന്നായിട്ടായിട്ടുണ്ട്. കണ്ടോ,
കണ്ട നമ്മൾ ഈ അരിമാവ് അത് ഈ പൊടി ആയത് കാരണമാണ് ഇങ്ങനെ വെള്ളം താഴോട്ട് കിടക്കുന്നത്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒരു തവി വെച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടില്ലേ, നല്ലതുപോലെ, കാരണം അല്ലെങ്കിൽ അത് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. പാലപ്പത്തിന് എപ്പോഴും ചെറിയൊരു മധുരം ഉള്ളതാണ് നല്ലത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ ഉപ്പ് ആ മാവിനകത്ത് നല്ലതുപോലെ പിടിക്കത്തക്ക വിധത്തിൽ എല്ലാ ഭാഗവും ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് ചേർക്കാനുള്ള പഞ്ചസാരയാണ്. ഞാനിവിടെ ചേർത്തിരിക്കുന്ന 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. പഞ്ചസാര നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചേർക്കാം. മധുരം കൂടുതലായിട്ട് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, അതല്ല മധുരം കുറവാണെങ്കിൽ അതുപോലെ ചേർക്കാം. അപ്പോൾ പഞ്ചസാര എന്തായാലും ഒരു ടീസ്പൂണെങ്കിലും പഞ്ചസാര നിങ്ങൾ ആഡ് ചെയ്യണം. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി ആ പഞ്ചസാരയും ആ ലായനിയിൽ നമുക്ക് നല്ലതായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഏകദേശം ഒരു 5-6 മിനിറ്റ് നമുക്കൊന്ന് വെക്കാം. കാരണം നമ്മുടെ അപ്പച്ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് ഈ മിക്സ് കൂടെ ഒന്ന് അവിടെ നിന്ന് ഇരിക്കട്ടെ. ഇപ്പോൾ ഞാൻ അടുപ്പത്ത് അപ്പച്ചട്ടി നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. നല്ലതായിട്ട് ഇപ്പോൾ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കൈ ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ ചൂടിൻ്റെ ഒരു കണക്ക്. അപ്പോൾ എല്ലാം എന്നും അപ്പം ചുടുന്നവർക്ക് നന്നായിട്ട് മനസ്സിലാവും ആ ചൂടിൻ്റെ കണക്ക്. എന്നാലും നമുക്കൊരു എപ്പോഴും ഇത്തിരി ഒരു മീഡിയം ചൂടിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഓരോ തവി മാവായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്ത് ചുറ്റിക്കണം. കണ്ടില്ലേ, ഇതേപോലെ 4 സൈഡ് നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇപ്പം തന്നെ കണ്ടല്ലേ, നന്നായിട്ട് അവിടെ നല്ല കൊമ്പളകളൊക്കെ വന്നിങ്ങനെ ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇനി ജസ്റ്റ് നമുക്ക് നടുക്കോട്ട് അത് നാക്കി വെച്ചിട്ട് ഇനി നമുക്ക് സിമ്മിലിട്ടിട്ട് ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. കണ്ടില്ലേ, നല്ലതായിട്ട് നമ്മുടെ അപ്പം ആയിട്ടുണ്ട്. 4 സൈഡും നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ബ്രൗൺ കളറ്. ചിലവർക്ക് നല്ലപോലെ ബ്രൗൺ കളർ വേണമായിരിക്കും, ചിലവർക്ക് അത്ര വേണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കണക്കിനനുസരിച്ച് അതെടുക്കാം. കണ്ടില്ലേ, നമുക്കിത് കൈ കൊണ്ട് തന്നെ ഇത് എടുക്കാവുന്നേ ഉള്ളൂ. അതേപോലെ നമ്മുടെ പാത്രത്തിൽ നിന്ന് അത് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയെടുക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റായുള്ള അപ്പമാണ്. കണ്ടില്ലേ, നന്നായിട്ട് 4 സൈഡും നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നടുഭാഗത്ത് നല്ല സോഫ്റ്റ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള മാവും അപ്പം നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇനി അരിയൊക്കെ ഇടാൻ മറന്നു പോയെങ്കിൽ വിഷമിക്കേണ്ട. ഇതുപോലെ അരിപ്പൊടി വെച്ച് നമുക്കിതുപോലത്തെ സോഫ്റ്റായിട്ടുള്ള പാലപ്പം തയ്യാറാക്കിയെടുക്കാം. ഞാനിത് ഏകദേശം ഒരു 6 മണി കഴിഞ്ഞിട്ട് ഒരു 6:30 ആയപ്പോഴാണ് വൈകിട്ട് അരച്ചു വെച്ചത്. പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ നല്ല സോഫ്റ്റായ പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. പിന്നെ ഒരു 7 തൊട്ട് 8 മണിക്കൂർ വരെയെങ്കിലും നമ്മൾ ഫെർമെൻറ്റേഷന് വെക്കണമെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ചട്ടിയുടെ ചൂടാണ്. എപ്പോഴും നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ സിമ്മിലിട്ടിട്ട് മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. അതിനുശേഷം 4 സൈഡ് ഇതുപോലെ ചുറ്റിച്ചതിന് ശേഷം പിന്നെ നിങ്ങളൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നമുക്ക് അടച്ചു വെച്ച് ഇത് വേവിച്ചെടുത്താൽ മതിയായിരിക്കും. എപ്പോഴും സിമ്മിലിട്ടിട്ട് വേണം നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാൻ. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയായിരിക്കും. പിന്നെ മധുരം നിങ്ങളുടെ പരുവത്തിന് മാത്രം ചേർക്കുക. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.